ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനീസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്നുള്ളത് ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ പേര് ഡെവിൾഡ് ബീഫ്. അതിന് വേണ്ട സാധനങ്ങൾ: ബീഫ് വേണം, ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് ഹോൾ സ്പൈസസ്, ഉള്ളി ചതച്ച് വെച്ചത് ഒരു ബൗള്, കുറച്ച് മുളക് പൊടി, മുളക് ക്രഷ് ചെയ്തത്, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, കുറച്ച് വേപ്പില, വിനാഗിരി ആവശ്യത്തിന്. നമ്മളൊരു കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ട് അതിലേക്ക് ക്രഷ്ഡ് ചില്ലിയും വേപ്പിലയും ഉപ്പ്, 2 സ്പൂൺ വിനീഗർ ഇതൊക്കെ കൂടി ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോ 1 മണിക്കൂറോ അരമണിക്കൂറോ സൗകര്യം പോലെ വെക്കുക. ഞാനിപ്പോൾ വെക്കണില്ല, അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് 5-10 വിസിൽ കേൾപ്പിച്ചു. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉള്ളി ചതച്ചതിട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കണം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ബീഫ് എടുത്ത് ഇതിലേക്ക് ഇടണം. ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് എല്ലായിടത്തേക്കും. ഇപ്പോൾ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഡെവിൾഡ് ബീഫ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.